ഇപ്പം ഞാൻ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. കോഴിക്കോട് നഗരത്തിൽ കൂടെ ഞാൻ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കോഴിക്കോട് നഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് എനിക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഗുരുവായൂർ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു 2 ദോശ ഞാൻ കഴിക്കണ്ടായി. അതുകൊണ്ട് നല്ല ദാഹം. ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് അത് കുടിച്ചുകൊണ്ട് കുറച്ച് നടക്കാം. ആദ്യം ബീച്ചിലേക്ക് പോകാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ബീച്ചിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ബീച്ചിലേക്ക് പോകാൻ ഏകദേശം ഞാൻ ഈ വരുന്ന വഴിക്ക് 3 കിലോമീറ്റർ എന്ന് പറഞ്ഞ് റോഡ് സൈഡിൽ ഒരു ബോർഡ് കണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് സിറ്റിയെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു അറിവുമില്ല. അതുകൊണ്ട് മുമ്പിൽ കാണുന്ന വഴികളിലൂടെയൊക്കെ നടക്കുക. സാധാരണ ഏത് സിറ്റിയിലെത്തിയാലും ഈവനിപ്പോൾ ബാംഗ്ലൂർ പോയാൽ പോലും ഞാൻ ഇങ്ങനെ ഒരു ഊഹം വച്ച് നടന്ന് പല സ്ഥലങ്ങളും എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അതൊക്കെ ഒരു ഭാഗ്യമായിരിക്കാം. എന്നാൽ പല സ്ഥലങ്ങളിലും പോയി ഞാൻ ഒരുപാട് ചുറ്റിക്കറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മിക്കവാറും ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ആരോടെങ്കിലൊക്കെ പിന്നെ നമുക്ക് സംശയം വരുമ്പോൾ ആരോടെങ്കിലും ചോദിച്ച് മിക്കവാറും സ്ഥലത്ത് എത്താറുണ്ട്. ഏതായാലും ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കോഴിക്കോട് പണ്ട്, അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കോഴിക്കോടിൻ്റെ കാഴ്ചകളല്ല ശരിക്കും. ഇപ്പോൾ ഞാൻ 98 മറ്റോ ആവുന്നു എനിക്ക് തോന്നുന്നു. ഇതുവഴി ജസ്റ്റ് രാത്രി ആണ് ലോറിയും കൊണ്ട് പോകുമ്പോൾ മിക്കവാറും ഈ കോഴിക്കോട് പാസ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഒരുവിധം പഴയ രീതിയിലുള്ള ഒരു കെട്ടിടങ്ങളുടെയൊക്കെ ഒരു കാഴ്ചകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2024 വരുമ്പോഴത്തേക്കും കേരളത്തിലെ എല്ലാ ടൗണുകളിലും സംഭവിച്ചിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഏതായാലും കോയമ്പത്തൂരും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി നേരെ മാവൂർ റോഡിലാണ് ശരിക്കും KSRTC ബസ് സ്റ്റാൻഡുള്ളത്. അവിടുന്ന് ഇറങ്ങി നേരെ മുമ്പിൽ കണ്ട വഴിയിലൂടെ നടന്ന് ഒരു അടുത്ത സിഗ്നലിലെത്തി. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ഒരു ഫ്ലൈ ഓവറാണ് കാണുന്നത്. ഏതായാലും ഇത് ശരിക്കും ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് കേട്ടോ. തൊട്ട് മുമ്പിലായിട്ട് റെയിൽവേ ലൈൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ ആ ഫ്ലൈ ഓവറിൻ്റെ ഓവർ ബ്രിഡ്ജിന് താഴേക്കടെ നടന്ന് ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഓവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം. ഈ പരിസരത്ത് എവിടെയോ തന്നെയാണ്, ഏകദേശം 2-3 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വച്ച് ഞാൻ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ വഴിയിൽ കണ്ട ഞാൻ ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഇതിലെ പോയാൽ ബീച്ചിലേക്ക് എത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നേരെ വേറെ എങ്ങും നോക്കണ്ട, നേരെ അങ്ങ് നടന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് എന്തൊരു ദൂരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ചങ്ങ് നടന്നേച്ചാൽ മതി എന്ന് പുള്ളി വലിയ താല്പര്യമില്ലാത്ത ഒരു രീതിയിൽ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ പുള്ളിക്ക് മനസ്സിലായി കാണും ഞാനീ പറഞ്ഞ ഇവിടെ ആദ്യമായിട്ടാണെന്നൊക്കെ. എന്തായാലും പുള്ളി അത്രയ്ക്കൊരു നേരെ പോയച്ചാൽ മതി, പിന്നെ കൂടുതലൊന്നും ചോദിക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ ഒരു വർത്തമാനം. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഏതായാലും ഹോസ്പിറ്റാലിറ്റിയിൽ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന കേരളത്തിലെ ശരിക്കും തൃശ്ശൂർക്കാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ പുറകെ 2ാം സ്ഥാനത്ത് കോഴിക്കോടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഏതായാലും കൃത്യമായിട്ട് ആ ചേട്ടൻ വഴി എനിക്ക് പറഞ്ഞു തന്നു. തൊട്ട് മുമ്പിൽ ആയിട്ട് ഏകദേശം ഒരു 100-200 മീറ്റർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ബീച്ചിലേക്ക് എത്താൻ പറ്റുന്ന ഏതാണ്ട് ഈ പോകുന്ന വഴിയുടെ ഒരു കിടപ്പും ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് നോക്കിയാൽ ആ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. ഏതായാലും ഒരു സ്ഥലത്തേക്ക് ഇവിടുന്ന് ചെന്ന് ചേരുന്നത് തന്നെ ബീച്ച് റോഡിലേക്കാണ്. പണ്ട് എപ്പോഴോ ഞാൻ ഈ കോഴിക്കോട് ബീച്ച് റോഡിൽ
ഗ്യാസ് സിലിണ്ടർ ഇറക്കുന്നതിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ നമ്മൾ ആ ബീച്ച് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ആ ബീച്ച് റോഡൊന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കടലും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു മുമ്പിലൊരു ഒട്ടകം വന്നു വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ബീച്ചിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഇന്ന് ശനിയാഴ്ച, രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ബീച്ചിൽ കാഴ്ചകൾ കാണാനും തിരയെണ്ണാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഏകദേശം 11:30 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നല്ലൊരു ജനം ഇവിടെയുണ്ട്. കുറച്ച് പേര് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. പക്ഷേ ആരും കടലിൽ കുളിക്കുന്നതൊന്നും കാണുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധം നല്ല ശക്തമായുള്ള കാറ്റും തിരയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള തിരയുണ്ട്. പക്ഷേ ഇവിടെ പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുളിക്കരുത് എന്നുള്ള രീതിയിലുള്ള ബോർഡുകൾ മിക്കവാറും എല്ലാ സ്ഥലത്തും തന്നെ ഇരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ ആരും അങ്ങനെ കാര്യമായിട്ട് കുളിച്ച് കാണുന്നില്ല. സാധാരണ ഒരു ബീച്ചിൻ്റെ ആണെങ്കിൽ പോലും ഏകദേശം ഒരു 300 മീറ്റർ, ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ 2 സൈഡിലേക്കും വിസ്തൃതമായിട്ടുള്ള ഇത്രയും ഒരു ബീച്ചാണിത്. ഇത്രയും വലിയൊരു ബീച്ചൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ കടൽ തീരത്തോടെ കുറച്ച് നടന്ന ശേഷം ആ ബീച്ചിൻ്റെ കാഴ്ചകൾ, ബീച്ചിൽ ഏകദേശം ഇത്രയും ദൂരത്തിൽ തന്നെ നീണ്ട് പരന്ന് കിടക്കുന്ന ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ കാറ്റാടി മരങ്ങൾ, പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് കാറ്റാടി മരങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 2 അവിടെ നിൽപ്പുണ്ട്. വീണ്ടും ഞാൻ ആ കടലിൻ്റെ ആ കാഴ്ചയിലേക്ക് ക്യാമറ തിരിച്ചു. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു ഓപ്പൺ എയർ തിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേജൊക്കെ ഇവിടെ പണിത് വച്ചിട്ടുണ്ട്. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനമാണല്ലോ ഇതുപോലത്തെ സ്റ്റേജിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. പിന്നെ വേറെ എന്തെങ്കിലും രാത്രി ഈ പറഞ്ഞ പോലെ വല്ല ലേസർ ഷോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നാടകങ്ങളോ അമേച്ചർ നാടകങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഗീത പരിപാടികളൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ ഇവിടെ ശരിക്കും നടക്കാറില്ല ഇതുപോലത്തെ സ്റ്റേജുകളിൽ. ഏതായാലും നല്ല തെളിഞ്ഞ ആകാശമാണ്. ഇന്നലെ പോലും മഴയുടെ ഒരു സാധ്യതയായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ആകാശമാണ്. ഞാൻ ആ ബീച്ചിൽ അതിലൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ ആദ്യം കണ്ട സ്റ്റേജിൻ്റെ പുറകിലായിട്ട് എന്തൊക്കെയോ സംഗീത പരിപാടികൾക്കുള്ള വട്ടംകൊട്ടലൊക്കെ നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇവിടെയൊക്കെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഇരുന്ന് വിശ്രമിക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുറേ തണൽ മരങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ കുറേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇന്ന് അല്ലെങ്കിൽ നാളെ രാത്രി മറ്റോ ഇവിടെ ഏതെങ്കിലും വലിയ ഒരു സംഗീത പരിപാടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അങ്ങേ സൈഡിലെ ഈ ബീച്ചിൻ്റെ അങ്ങേ സൈഡിലെ കാഴ്ചകളാണ് കാണാം. അപ്പോൾ റോഡിൽ തന്നെ വന്ന റോഡിൻ്റെയും കുറേ കാഴ്ചകൾ കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ റോഡിൽ നടക്കുകയാണ്. ശരിക്കും നമ്മൾ ഇതൊക്കെ നടക്കുമ്പോഴേ ശരിക്കും പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ആന മണ്ടത്തരൊക്കെയാണ്. പക്ഷേ ഈ ഒരു ബീച്ച് റോഡിൽ ഇങ്ങനെ, അതായത് കുറേ കോർപ്പറേഷൻ ഓഫീസ് അടക്കമുള്ള കുറേ ഓഫീസുകൾ, കുറേ വലിയ കെട്ടിടങ്ങളൊക്കെ ഈ ഇതിൻ്റെ സൈഡിലുണ്ട്. ശരിക്കും നമുക്കൊരു സാവപ്പോള ബീച്ച് ഞാൻ കണ്ടിരിക്കുന്നത് ഇതുപോലെ ഉള്ള വീഡിയോകളിൽ മാത്രമാണ്. എന്നാലും നമുക്കൊരു പ്രത്യേക ഫീല്, അത്രയും അതിൻ്റെ ഒരു 10,000-ൽ ഒരു അംശം പോലും ഈ ബീച്ചിൽ ഇല്ലെങ്കിൽ പോലും അതിൽ നടക്കുമ്പോൾ അങ്ങനെ ഒരു സാവപ്പോള ബീച്ചിൻ്റെ ഒരു സാമ്യത എനിക്ക് തോന്നുന്നു. മിക്കവാറും നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് സാവപ്പോള ബീച്ച് ബ്രസീലിലെ വളരെ നൊട്ടോറിയസും അതേപോലെ തന്നെ കുപ്രസിദ്ധവുമായിട്ടുള്ള ഒരേ സമയം 2 തരത്തിലുള്ള പ്രസിദ്ധിയുള്ള ബീച്ച് തന്നെയാണ്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ആ ബീച്ചിൻ്റെ ഒരു സ്റ്റൈലും ശരിക്കും നല്ല പ്രസിദ്ധമാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് അവിടെ മാഫിയ സംഘങ്ങളുടെ ഒരു ഇടപെടലും കൂടെ ഉണ്ട് എന്നുള്ളത് ശരിക്കും ആ ബീച്ചിനെ ഒരു നൊട്ടോറിയസ്, ഒരു കുപ്രസിദ്ധിയും കൂടെ ശരിക്കും ആക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കോഴിക്കോടാണ്, നമ്മുടെ സ്വന്തം കോഴിക്കോട്. നമ്മളിങ്ങോട്ട് വന്ന് കയറിയ ഒരു വഴി വേറൊരു വഴിക്ക് തിരിച്ചിറങ്ങാനാണ് എൻ്റെ പരിപാടി. അപ്പോൾ
കുറച്ചുകൂടി നഗര കാഴ്ചകൾ നമുക്ക് കിട്ടും. ഇപ്പൊ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 12:15 ഒരു 1.5 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് 2 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിറച്ച ആളായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ബ്രസീലിയ സാവോപോളയുടെ പറഞ്ഞ ബീച്ചിന്റെ ഒക്കെ ഒരു ഓർമ്മ അത്ര അതിന്റെ ഒരു 10,000-ലൊന്നും പോലും വരിയില്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് മോശക്കാറില്ല. ഇതാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസെന്ന് എനിക്ക് തോന്നുന്നു. മെട്രോപൊളിറ്റൻ ക്ലബ്ബ്, കാലിക്കറ്റ് മെട്രോപൊളിറ്റൻ ക്ലബ്ബ്, കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ, അതാണ് കോർപ്പറേഷൻ ഓഫീസ്. കുറച്ചിങ്ങോട്ട് കിഴക്കോട്ട് നടക്കുമ്പോഴത്തേക്കുള്ള കാഴ്ച നല്ല രസമാണ്. അത് ആ റോഡൊക്കെ അതിമനോഹരമാക്കി എടുക്കുന്നത്. നമുക്ക് നടപ്പാതകളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇവിടെയൊക്കെ ചെറിയ കുണ്ടൻകുഴികളൊക്കെ ഉണ്ട്. അതൊക്കെ പണി ചെയ്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ആഘോഷത്തിന്റെ രാവുകളാണ് ഇനി വരും ദിവസങ്ങളിൽ. വർഷാവസാനം അതുപോലെ ക്രിസ്മസ് എല്ലാം വരുന്നു. അത് പ്രത്യേക ഒരു രസമുള്ള ബീച്ചാണ്. ഇതുപോലെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപക്ഷെ ഇതുപോലെ ഉള്ള ബീച്ച് വേറെ എങ്ങും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സൈഡിൽ റോഡും ഒരു സൈഡിൽ കടലുമായിട്ടുള്ള ഇതുപോലത്തെ കാഴ്ചകൾ. അതുകൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ സാവോപോളയൊക്കെ നമ്മൾ ജീവിതത്തിൽ സാവോപോള ബീച്ച് കാണുമെന്ന് വരെ സംശയം. അതൊക്കെ നമുക്ക് ഇവിടെ ഓർമ്മ വന്നു. ഈ ഒരു സ്ഥലത്ത് കുളിക്കാൻ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വലിയ തിരകൾ വരുന്ന സ്ഥലമാവാം. അതുപോലെ ജനഭാഗം കുറവുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കുളിക്കരുത്, ഒരുപക്ഷെ ആഴം വളരെ കൂടുതലുള്ളതായിരിക്കും കാര്യം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അപ്പോൾ വേറെ ഒരു കടൽപ്പാലത്തിന്റെ കാഴ്ചകളും കൂടെ. ഇത്രയും നീളമേറിയ ഒരു ബീച്ച് ശരിക്കും ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആലപ്പുഴ ജില്ലകളിലോ അങ്ങനെയൊന്നും നമ്മൾ ഇത്രയും കണ്ടിട്ടില്ല. ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം തന്നെ ഞാൻ നടന്നിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പണ്ട് ഇവിടെ എവിടെയോ ഒരു ഗ്യാസ് ഏജൻസിയിൽ ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ട് ലോറി കൊണ്ട് വന്നൊരു ഓർമ്മ എനിക്കത്. അതിന്റെ ഒരു ഓർമ്മ എന്താന്ന് വെച്ചാൽ തലേ ദിവസം അർജന്റീന ബ്രസീല് കോൺഫെഡറേഷൻ ഫൈനലായിരുന്നു. അപ്പൊ രാത്രി ഞാൻ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ആ കളി കാണാൻ പറ്റിയില്ല. ആര് ജയിക്കുന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു, പ്രത്യേകിച്ച് ഞാൻ ഒരു ബ്രസീലിയൻ ഫാനാകുമ്പോൾ ബ്രസീൽ ജയിച്ചിട്ടുണ്ടാവും എന്നുള്ള ടെൻഷനൊക്കെ ആയിട്ടാണ് ഞാൻ വണ്ടിയിൽ വരുന്നത്. ഞാനിങ്ങനെ വരുമ്പോൾ ഈ ബീച്ച് റോഡിൽ കൂടെ വരുമ്പോൾ ആദ്യം കണ്ടത് ഒരു അർജന്റീനൻ പതാക. കുറച്ച് ചാറ്റൽ മഴയുണ്ട്. രാത്രി മുഴുവൻ മഴയായിരുന്നു. നനഞ്ഞ് കുളിച്ച് അവിടെ കിടപ്പുണ്ട്. ആ പ്രദേശത്തേക്ക് ഒരു മനുഷ്യമില്ല. ഒരു 100 മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഒരു ബ്രസീലിന്റെ കൊടി അവിടെ പാറി കളിക്കുന്നുണ്ട്. അതോടുകൂടി എന്റെ പിടി വിട്ടു. എനിക്ക് മനസ്സിലായി ബ്രസീൽ തന്നെയാണ് ജയിച്ചേക്കണെന്ന്. ഞാൻ ഏതായാലും ആ ANC ചെന്നു. അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ ഒരു ചായ പിടിച്ചേക്കാന്ന് വിചാരിച്ച ചായക്കടയിലേക്ക് കഴിയുമ്പോൾ അവിടെ ഇതാണ് ചർച്ച, ഇന്നലത്തെ കളിയുടെയാണ്. ഒരു പയ്യൻ അവിടെ നിൽപ്പെട്ട പയ്യനോട് ആരാ ജയിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറയാണ്ട് പുള്ളി ശരിക്കും അർജന്റീന ഫാനാന്ന്. ബ്രസീൽ അന്യായ കളിയായിരുന്നു. 4 നോട്ട് അടിച്ചു. വളരെ ഒരു, കാരണം ബ്രസീൽ അർജന്റീന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഒക്കെ കളിക്കുന്ന പോലുള്ള ഒരു ഫീലാണ്. ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ കളിക്കുന്ന പോലുള്ള ഫീലാണ്. അർജന്റീനയോട് നമുക്ക് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല. ബ്രസീൽ കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ടീം അർജന്റീനയാണ് തന്നെ. പക്ഷെ എന്നാലും ബ്രസീൽ ജയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇന്നും എന്നും
ശുദ്ധ ഫുട്ബോൾ കളിക്കുന്ന ഒരേ ഒരു ടീം ബ്രസീലാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇതുവരെയുള്ള എല്ലാ വേൾഡ് കപ്പിലും കളിച്ചിരിക്കുന്ന ടീമാണ് ബ്രസീലെങ്കിലും ഈ പ്രാവശ്യം ചിലപ്പോൾ ഒരു പക്ഷേ അവരെ പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയുള്ള കളികൾ ജയിക്കും. അങ്ങനെ ടഫ് ഒരു സെറ്റപ്പിലാണ് അവർ ചെന്ന് വെട്ടേക്കണേ. നേരത്തെ ഒരു കടൽപ്പാറ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് പറഞ്ഞ പോലെ നശിച്ചു പോയിരിക്കുന്നു. ഇഷ്ടംപോലെ പരുന്തുകൾ റാഗി പറക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പതുക്കെ ഞങ്ങൾ തിരിച്ചു പോകാൻ തോന്നുന്നു. ബീച്ച് കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കാണ്. ഇന്ന് ചെറിയൊരു മാർക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ ബീച്ചിൽ എവിടെയാണ് ഞാൻ കണ്ട് ഓറിയായിട്ട് അവിടെ ഇറക്കാൻ വന്നിട്ടില്ല. ഏതൊക്കെയോ വഴികളിലേക്ക് ഞാൻ പോകുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അതിലൊന്നും ഒരു മനസ്സിലാവുന്നില്ല. ഞാൻ തിരിഞ്ഞു നടന്നാൽ മാത്രമേ ബസ് പോലും കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകാരണം കുറച്ചൊന്ന് നടന്നു വെക്കാം മുമ്പോട്ട്. എവിടെയെങ്കിലേക്ക് എത്തിപ്പെടും ആയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി കോഴിക്കോട് നഗരത്തിന്റെ ഔട്ടർ ഭാഗങ്ങളിലെ കാഴ്ചയാണ്. വണ്ടിയുടെയൊക്കെ വീല് നെറ്റ് ലൂസ് ചെയ്യാനും അഴിക്കാനൊക്കെ ഇപ്പൊ എന്ത് എളുപ്പമെന്ന് നോക്കി. ആ ഒരു സാധനം വന്ന പിന്നെ മറ്റേ മണിക്കൂറുകളോളം ചവിട്ടി ആ വീല് ഒന്ന് പൊട്ടിക്കണമെങ്കിൽ തന്നെ എന്ത് നല്ലതെന്ന് അറിയാമോ. ഇപ്പൊക്കെ വളരെ ഈസിയാണ്. നടക്കുന്ന ബീച്ചിന് സമാന്തരമായിട്ട് തന്നെയാണ്. തൊട്ട് താഴെ കടലുണ്ട്. റോഡിൽ കൂടെ കുറച്ചുകൂടെ നടന്നിട്ട് ബസ്സൊന്നും ഇതിൽ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കോഴിക്കോട് വലിയങ്ങാടിയിലേക്ക് എന്താണ് നമ്മുടെ വലിയങ്ങാടി ബിന്നൂസ്. എനിക്ക് തോന്നുന്നു കോഴിക്കോടിലെ മെയിൻ മാർക്കറ്റ് പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിറച്ച് നമ്മുടെ ലോറികൾ ഇഷ്ടംപോലെ കിടക്കുന്നത്. അതാണ് ഈ വഴിക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ വലിയങ്ങാടിയുടെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.